തമിഴ്നാട്ടിൽ ഗെറ്റ് ഔട്ട് മോദി വേഴ്സസ് ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ അതിശക്തമായ പോര് നടക്കുകയാണ്. ഉദയനിധി സ്റ്റാലിൻ ഒരു വശത്തും അണ്ണാമലൈ മറുവശത്ത് നിന്ന് അതിശക്തമായി പോരാടും. ട്വിറ്റർ ട്രെൻഡിങ് ടോപ്പിക്കുകളായി ഗെറ്റ് ഔട്ട് മോദിയും ഗെറ്റ് ഔട്ട് സ്റ്റാലിനും വരുന്നു. ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഗെറ്റ് ഔട്ട് മോദിയും ശരിയല്ല, ഗെറ്റ് ഔട്ട് സ്റ്റാലിനും ശരിയല്ല. സ്റ്റാലിൻ അല്ലെങ്കിൽ തിരു സ്റ്റാലിൻ, തിരു എന്ന് പറഞ്ഞാൽ തമിഴന്മാർ ശ്രീ എന്നൊക്കെ വിളിക്കുന്ന പോലെ പറയുന്ന തിരു സ്റ്റാലിൻ തമിഴ് ജനത തെരഞ്ഞെടുത്ത അവരുടെ മുഖ്യമന്ത്രിയാണ്. ശ്രീ നരേന്ദ്രമോദിജി അല്ലെങ്കിൽ PM നരേന്ദ്രമോദിജി ഇന്ത്യ തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇപ്പം രണ്ടു പേരോടും ചേർത്ത് ഗെറ്റ് ഔട്ടോ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. പക്ഷേ തമിഴ് രാഷ്ട്രീയം ഇപ്പോൾ നിൽക്കുന്ന ഒരു വൈകാരികതയിൽ, പ്രത്യേകിച്ച് ഭാഷയുടെ വൈകാരികതയിൽ അത്തരം കാര്യങ്ങൾ വന്നു പോകുന്നതാണ്. യഥാർത്ഥത്തിൽ വിഷയം തുടങ്ങുന്നത് 3 ലാംഗ്വേജ് പോളിസി തമിഴ്നാട്ടിൽ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അനുരണനങ്ങളാണ് അല്ലെങ്കിൽ പ്രതിഫലനങ്ങളാണ്. തമിഴ് ജനത അതിശക്തമായി പോരാടിയാണ് ഈ ഹിന്ദി ഇമ്പോസിഷൻ ഇല്ലാതാക്കിയത്. യഥാർത്ഥത്തിൽ ഈ ഹിന്ദി ലാംഗ്വേജ് ഡിബേറ്റിലാണ് തമിഴ്നാട്ടിലുണ്ടായിരുന്ന കോൺഗ്രസ് അടക്കമുള്ളവർ ഒലിച്ചു പോകുകയും ദ്രവീഡിയൻ പാർട്ടികളായ DMKയും AIDMKയും വരുന്നത്. അതുകൊണ്ട് ഒരു ഹിന്ദി വിരുദ്ധ സെന്റിമെന്റ്സ് വളരെ ശക്തമായിട്ടുണ്ട്. ഇനി ഹിന്ദി വിരുദ്ധ സെന്റിമെന്റ്സിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും അത് തമിഴ് വേഴ്സസ് ഹിന്ദി അല്ല. അതിന്റെ അടിസ്ഥാനം തമിഴ് വേഴ്സസ് സംസ്കൃതമാണ്. സംസ്കൃതം എന്ന് പറയുന്ന ബ്രാഹ്മണരുടെ ഭാഷയാണെന്നും സംസ്കൃതം ഇമ്പോസ് ചെയ്യുകയാണെന്നും സംസ്കൃതം വളഞ്ഞ വഴി ഹിന്ദിയിലൂടെ ഇമ്പോസ് ചെയ്യപ്പെടുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് തമിഴ് ജനതയിലെ പല ആൾക്കാരും ഉന്നയിക്കുന്നത്. നമ്മുടെ കലാനിധി മാരൻ 2-3 ദിവസം മുമ്പ് പാർലമെന്റിൽ ലോകസഭയിൽ അതിശക്തമായ രീതിയിൽ ഈ വിഷയം ഉന്നയിക്കുകയും മറ്റും ചെയ്തിരുന്നു. അദ്ദേഹവും പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, അതായത് ഈ എന്തിനാണ് സംസ്കൃതത്തിന് ഇത്രയും പോകുന്നത്. കലാനിധി മാരന്റെ സഹോദരൻ ദയാനിധി മാരൻ അദ്ദേഹം അതിശക്തമായി ഈ സംസ്കൃതത്തിനെതിരെ പറഞ്ഞിരുന്നു. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും രസകരമായ, ഏറ്റവും പ്രാചീനമായ ഡിബേറ്റാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവിലേക്ക് പോകുന്ന ഡിബേറ്റാണ്. ശരിക്കും ആഴത്തിൽ നമ്മൾ ഇറങ്ങി പഠിക്കുമ്പോൾ ഈ ഹിന്ദു വേഴ്സസ് മുസ്ലിം ഇഷ്യൂ അല്ല ഇന്ത്യയുടെ ആത്മാവിൽ ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന വിഷയങ്ങളുള്ളൂ. അത് ഈ ആര്യൻ വേഴ്സസ് ദ്രവീഡിയൻ ആണ്. ഇതിൽ വലതുപക്ഷക്കാർ, ആര്യൻ പക്ഷപാതികൾ പലപ്പോഴും പറയാറുള്ളത് ആര്യൻ ദ്രവീഡിയൻ എന്നൊന്നുമില്ല, നമ്മളെല്ലാം ഇന്ത്യക്കാർ മാത്രമാണ്, ആര്യന്മാർ വെളിയിൽ നിന്ന് വന്നു എന്ന് പറയുന്നതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കഥകളാണെന്നാണ് വലതുപക്ഷക്കാർ പറയുന്നത്. എന്നാൽ കൂടുതൽ ദ്രവീഡിയൻ പക്ഷക്കാരും ഇടതുപക്ഷക്കാരും പറയുന്നത് അങ്ങനെയല്ല. ആര്യന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ദ്രാവിഡ ജനതയുണ്ടായിരുന്നു. ആ ദ്രാവിഡ ജനതയുടെ ഭാഷയാണ് തമിഴ് എന്നുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് തിയറിയും സ്ട്രോങ് ആണ്. പക്ഷെ സത്യസന്ധമായി അവലോകനം ചെയ്താൽ, ഞാൻ ഈ രണ്ട് തിയറിയും വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം, യഥാർത്ഥത്തിൽ ആര്യന്മാർ എന്ന് പൊതുവെ വിവക്ഷിക്കപ്പെടുന്ന ആര്യ ഭാഷ ഉപയോഗിക്കുന്ന പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്ന ഭാഷ ഉപയോഗിക്കുന്നതിലും പ്രാചീന ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അതാണ് നരേന്ദ്രമോദിജി തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത് തമിഴാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ, സംസ്കൃതത്തെക്കാൾ പഴയതാണ് തമിഴ് എന്നൊക്കെ. അതിലൂടെ നരേന്ദ്രമോദിജി ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശിഷ്യ BJPയിലുള്ള ഉത്തരേന്ത്യയിലുള്ള ബ്രാഹ്മണർക്കും സവർണ ഹിന്ദുക്കൾക്കും ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെക്കാൾ മുമ്പ് ഒരു സിവിലൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 5-6 തവണ നരേന്ദ്രമോദിജി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദിജിയുടെ കൂടെ നിൽക്കുന്ന BJP RSSലെ 99% ആൾക്കാരും ഇത് യോജിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ സ്വാമി വിവേകാനന്ദനടക്കം പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് തമിഴാണ് ഇന്ത്യയിലെ പ്രാചീന സംസ്കാരം, സംസ്കൃതത്തെക്കാൾ പഴയതെന്ന് വിവേകാനന്ദ സ്വാമി ആര്യൻസ് ആൻഡ് തമിഴ്സ് എന്നുള്ള ഒരു ലേഖനത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ന്യൂവാൻസസ് ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തലങ്ങൾ ഇതിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ ഈ തമിഴ് വേഴ്സസ് സംസ്കൃതം എന്ന് പറയുന്നത് ദ്രാവിഡ വേഴ്സസ് ആര്യ എന്നൊരു ബാറ്റിലാണ്. എന്നാൽ ഈ കാലത്തിൽ വേണ്ടത് നമുക്ക് ഈ ദ്രാവിഡ പ്ലസ് ആര്യ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അതിന് ഏറ്റവും നല്ല യോജിച്ചവർ നമ്മൾ മലയാളികളാണ്. നമ്മുടെ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും മകളാണ്, അല്ലെങ്കിൽ മകളെന്ന് ആലങ്കാരികമായി പറയുന്നതാണ്, സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും കുട്ടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ മലയാളികളാണ് ആ സമന്വയം, ബാലൻസ്, മോഡറേഷൻ, സന്തുലനം, മിഡിൽ ഗ്രൗണ്ട് മുമ്പോട്ട് വെക്കുന്നത്. നമുക്ക് തമിഴും വേണം, നമുക്ക് സംസ്കൃതവും വേണം. നമുക്ക് രജനീകാന്തും കാര്യമാണ്, നമുക്ക് അമിതാഭ് ബച്ചനും കാര്യമാണ്. ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. പെട്ടെന്ന് അല്ലെങ്കിൽ കമലഹാസനും നമുക്ക് വേണ്ടപ്പെട്ടതാണ്, ഷാറൂഖ് ഖാനും നമുക്ക് വേണ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഈ ഗെറ്റ് ഔട്ട് മോദിയും വേണ്ട, ഗെറ്റ് ഔട്ട് സ്റ്റാലിനും വേണ്ട. പരസ്പരം യോജിക്കുന്ന, ബഹുമാനത്തോടെ വ്യത്യസ്ത രാഷ്ട്രീയങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാകണം. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് ഒരു വംശവാദത്തിലാണ്, വംശീയവാദത്തിലാണ്, റേഷ്യൽ ഹിസ്റ്ററിയിലാണ്. അത് കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. സംസ്കൃതത്തെക്കാൾ പഴയത് തമിഴ് തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അത് മോദിജി അടക്കം അംഗീകരിക്കുന്ന, വിവേകാനന്ദ സ്വാമി ചൂണ്ടിക്കാട്ടുന്ന, ചട്ടമ്പി സ്വാമികളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഗെറ്റ് ഔട്ട് മോദി ഉണ്ടാകാതിരിക്കട്ടെ, ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ ഉണ്ടാകാതിരിക്കട്ടെ, എല്ലാവരും ഗെറ്റ് ഇൻ പറയുകയാണ്, ആരെയും ഗെറ്റ് ഔട്ട് അടിക്കുകയല്ല.
ഗെറ്റ് ഇൻ എല്ലാവരോടും പറയാൻ കഴിയുന്നതാണ് ഇന്ത്യൻ ദേശീയത. ആ ദേശീയതയെ ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകട്ടെ. ജയ് ഹിന്ദ്.